ഓം ശാന്തി. ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രത്തിലൂടെ ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാനൊരു തിളങ്ങുന്ന ഭാഗ്യനക്ഷത്രമാണ്. ഭാഗ്യവിധാത ബാബയുടെ ഭാഗ്യവാൻ കുട്ടിയാണ്. എൻ്റെ മസ്തകത്തിൽ ഭാഗ്യനക്ഷത്രം തിളങ്ങുന്നു. ഞാൻ ദിവ്യാത്മാവാണ്. ഞാൻ സംഗമയുഗി ശ്രേഷ്ഠ ദിവ്യ ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ ബ്രാഹ്മണ ആത്മാവ് ഈശ്വരൻ്റെ കുട്ടിയാണ്. ഞാൻ ഈശ്വരീയ പരിവാരത്തിലേതാണ്. ഈശ്വരീയ സമ്പ്രദായത്തിലാണ്. ഞാൻ സംഗമത്തിൽ പുതിയ വിശ്വം സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. 21 ജന്മത്തേക്ക് സ്വർഗവാസിയാകുന്നു. ഇതിലും വലിയ ഭാഗ്യം മറ്റാർക്കുമില്ല. ഞാൻ ശിവബാബയുടെ ബാലകനായി സത്യയുഗത്തിൽ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. ഈ നിശ്ചയവും ലഹരിയും എൻ്റെ നയനങ്ങളിൽ കാണുകയാണ്. മുഖത്തിൽ ശ്രേഷ്ഠ മധുരവാണിയാണ്. ചുണ്ടുകളിൽ മധുരമന്ദസ്മിതമാണ്. ഹൃദയത്തിൽ വിലാരാപനായ ബാബയുണ്ട്. എൻ്റെ കൈക്കുമ്പിളിൽ സർവ ഖജനാവുകളുമുണ്ട്. ഓരോ ചുവടിലും പദ്മാപദം ഭാഗ്യമാണ്. ഈ ശ്രേഷ്ഠ ഭാഗ്യം മറ്റാർക്കും ഉണ്ടാകില്ല. ഞാൻ 21 ജന്മത്തിലേക്ക് സ്വർഗവാസിയാവുകയാണ്. സദോ പ്രധാന ഭാഗ്യമുണ്ടാക്കാൻ ഓർമ്മയിലിരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ഓർമ്മ വെക്കുന്നു, ഞാൻ ആത്മാവാണ്. ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കുന്നു. ഓർമ്മയെ യഥാർത്ഥമാക്കി മനസ്സിലാകുന്നില്ലെങ്കിൽ ചാർട്ട് എഴുതാൻ കഴിയില്ല. സത്യമായ ബാബയോട് സത്യം പറയേണ്ടി വരും. ചാർട്ടിൽ അസത്യമാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരുന്നു. ദേഹി അഭിമാനിയായി മാറൂ. സ്വയം ആത്മാവാണെന്ന് നിശ്ചയം ചെയ്യൂ. ബാബയെ ഓർമ്മിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ ഭാഗ്യമുണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. സദോ പ്രധാന പവിത്രമായി മാറാതെ സദോ പ്രധാന ഭാഗ്യമുണ്ടാക്കാൻ സാധിക്കില്ല. ഞാൻ പാവന ലോകത്തിൻ്റെ സ്ഥാപനയും പതിത ലോകത്തിൻ്റെ വിനാശവും ചെയ്യിക്കുന്നു. മായയുടെ മേലെ വിജയം പ്രാപ്തമാക്കി തരുന്നു. ബാബ സദാ പ്രകാശ സ്വരൂപനാണ്. മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ജ്ഞാനത്തോടൊപ്പം ഓർമ്മയുടെ യാത്രയും അത്യാവശ്യമാണ്. ഓർമ്മയുടെ യാത്രയിലൂടെ തൻ്റെയും വിശുദ്ധിൻ്റെയും മംഗളമുണ്ടാകുന്നു. ബാബ സത്യമാണ്, ചൈതന്യമാണ്, ജ്ഞാനസാഗരമാണ്.
ഓർമ്മയിലിരിക്കുന്നത് കൂടാതെ തനിക്ക് സമാനമാകണം. പരിധിയില്ലാത്ത ബാബയിലൂടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. അരകൽപ്പത്തേക്ക് മുക്തി, ജീവൻ മുക്തി ലഭിക്കുന്നു. ദേവീ ദേവതകളുടെ കുലം വളരെയധികം സുഖം തരുന്നതാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. ഒരു വികർമ്മവും ചെയ്യരുത്. ഉയർന്ന പദവി നേടാൻ തനിക്ക് സമാനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ബാബയോടൊപ്പമുള്ള പാർട്ട് മുഖ്യമായതാണ്. ഞാൻ ഓരോ ചുവടിലും ശ്രീമതമെടുക്കുന്നു. ശ്രീമതത്തിലൂടെ നടന്ന് മുഴുവൻ വിശ്വവും സ്വർഗമാക്കുന്നതിൻ്റെ സേവനം ചെയ്യുന്നു. ആസുരീയ മതത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കണം. ഓർമ്മയുടെ പരിശ്രമത്തിലൂടെ ആത്മാവിനെ സതോപ്രധാനമാക്കണം. കുചേലനെ പോലെ ഒരു പിടി അരിയാണെങ്കിലും സഫലമാക്കി തൻ്റെ സർവകാമനകളും പൂർത്തീകരിക്കുന്നു. ഒരു ബാബ, രണ്ടാമതൊരാളില്ല. ഈ ദൃഢസങ്കൽപ്പത്തിലൂടെ അവിനാശിയും അമരനുമായി ഭവിക്കൂ. ഇത് ബാബ തന്നിരിക്കുന്ന വരദാനമാണ്. ദൃഢസങ്കൽപ്പത്തിലൂടെ പുരുഷാർത്ഥത്തിൽ വിശേഷ ലിഫ്റ്റ് ലഭിക്കുന്നു. ഒരു ബാബയുമായി സർവബന്ധങ്ങളുമുണ്ടെങ്കിൽ സർവപ്രാപ്തികളും താനേ ലഭിക്കുന്നു. ചിന്തിക്കുക, പറയുക, ചെയ്യുക, ഇത് മൂന്നും ഒരുപോലെയാക്കൂ. അപ്പോൾ പറയാം, സർവോത്തമ പുരുഷാർത്ഥി. ഓം ശാന്തി.